അത് മീൻ വാങ്ങാൻ നമ്മുടെ അമിതാത്തിന്റെ മോളെ. നിങ്ങൾ ഇങ്ങനെയാണ് ഓരോരോ പാട്ടും പാടി ഓരോരോ പെണ്ണുങ്ങളെ വലയിലാക്കണില്ലേ? അവസാനം പെണ്ണുങ്ങൾ വലയിലായിട്ട് മീനിട്ട് പൈസയും തരൂല. സംഗീതം എന്ന് പറഞ്ഞാണ്ടല്ലോ പത്തോ, അത് നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അതറിയാണ്ട് പാടി പോവും. നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി പാടി കുത്തിരുന്നോളി. അല്ലാണ്ട് എന്താക്കാണെന്ന് ഹർത്താലല്ലേ, പുറത്തു പോകാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വണ്ടി ഓടുന്നുണ്ട് പുറത്ത്. പത്തു ഈ ഹർത്താൽ എന്ന് പറഞ്ഞാണ്ടല്ലോ പത്തു ജനദ്രോഹമാണ്, ജനദ്രോഹം. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കഴിഞ്ഞ 3 മാസത്തിലൂടെ എത്രാമത്തെ ഹർത്താൽ എന്ന് പറയുന്നത്? 11ാമത്തെ ഹർത്താലാണ്. ഞമ്മക്ക് ഹർത്താലിന് തന്നെ ഭയങ്കര സന്തോഷമുള്ള ദിവസം. നിങ്ങളൊക്കെ ഒന്ന് പൊരേല് നേരെ ചൊവ്വ കാണാൻ കിട്ടണേ ഈ ഹർത്താലിന്റെ എന്നല്ലേ. തലേന്ന് മീനും കോയും ബീഫും ഒക്കെ വാങ്ങി പിറ്റേന്ന് അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തിന്നൂടെ? ഇക്ക് പെരുന്നാളിനേക്കാളും ഇഷ്ടം ഈ ഇടക്കിടക്ക് വരുന്ന ഹർത്താലാ. നല്ല മനസ്സിനെയാണ് പത്തു. ഈ ഹർത്താലിൽ നിന്ന് നമ്മളെ സാമ്പത്തിക വിപണിയിൽ ഉണ്ടാവുന്ന നഷ്ടം എത്രയെന്നറിയാം ഞങ്ങൾക്ക്? ചന്തയില്, മാർക്കറ്റില് എന്തെങ്കിലും കച്ചവടം നടക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെന്തെങ്കിലും മീൻ കച്ചവടത്തിന് പോയിട്ടില്ല, എത്ര പൈസ നമുക്ക് നഷ്ടവും. നിങ്ങൾ എന്നും ഈ മീൻ കച്ചവടത്തിന് തന്നെയല്ലേ പോണത്? ഒരു ദിവസമെങ്കിലും മീൻ നാട്ടില്ല നിങ്ങൾക്ക് ഒന്ന് പൊരേ കുത്തിരുന്നൂടെ? ഇവിടെ കുത്തിരുന്നിട്ട് എന്താണ് പത്തു? അന്റെ ഈ പറഞ്ഞ മോന്ത കാണാനോ? ഞാനൊന്ന് വരാം. പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് അറിയാലോ ഇന്ന് ആരുടെ ഹർത്താലിന്. നിങ്ങൾ ഹർത്താളും പിന്നെ എന്റെ വലിയ മോന്ത പോലും കാണാൻ നിങ്ങൾ ഉണ്ടാവില്ല. അതാലോചിക്കുമ്പോഴാണ് വരെ കുത്തിരിക്കാൻ തോന്നണേ. പക്ഷെ ഇരുന്നിട്ട് മക്കളില്ലാത്തോണ്ട് പാത്തു ഒരു സുഖമില്ല. മക്കളിൽ നിന്ന് എനിക്ക് പോയതല്ലേ, അപ്പോഴത്തേക്കല്ലേ ഹർത്താൽ വന്നേ. ഇനിപ്പോലും നാളെ വരട്ടെ. മക്കള് വീട്ടിലുണ്ടാകുമ്പോഴേ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉള്ളേ. അന്റെ ഈ ഒച്ച കേട്ടിട്ട് മടുത്തിക്കണ് മനുഷ്യന്. മുസക്കായി വേണ്ടേ എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് നമ്മളൊരു കളിയാക്കല്ലേ. നമ്മളല്ലേ പാത്തു എന്റെ കുയില് കൊണ്ട് പറഞ്ഞു. നമ്മക്ക് നിങ്ങളോടൊന്ന് മനസ്സ് തുറക്കണം, മനസ്സ് തുറക്കണം. വായിലടിച്ചരിക്കണം വയസ്സാൻ കാലത്ത് മൂപ്പരോരോരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആർക്കണ്ടി വയസ്സായത്? നിങ്ങൾക്ക് തന്നെ വയസ്സാൻ കാലത്ത് മൂപ്പരോരോരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആർക്കണ്ടി വയസ്സായത്? നിങ്ങൾക്ക് തന്നെ ഞമ്മക്കോ? എടി 21ാം വയസ്സിൽ കല്യാണം കഴിച്ചുകൊണ്ട് ഞമ്മക്ക് വലിയ 2 കുട്ടികൾ തൈപ്പോയി. അതുകൊണ്ട് ഞമ്മളങ്ങോട്ട് വയസ്സനാവുക. ഇങ്ങോട്ട് നോക്ക് പത്തോ, ഡൈ ചെയ്ത് നടന്നാണ്ടല്ലോ അന്റെ മൂസക്കായനെ പിടിച്ചാൽ കിട്ടൂല മോളെ കേട്ടോ. നമ്മള് റസിയന്റെ ചുരിദാറിട്ടൊന്ന് ഇറങ്ങിയാണ്ടല്ലോ നല്ല ചെത്ത് ചെക്കന്മാരെ നമ്മക്കും കിട്ടും. കിട്ടും, ചെക്കന്മാരെ കിട്ടും. എന്നിട്ട് ഈ ഒന്ന് തൊള്ളർന്നാ ഒരുവിടെ കൊണ്ടാക്കുകയും ചെയ്യും. എന്റെ കൈമേൽ നീ പൈസ തരും, നിങ്ങൾ വെച്ചോളി എന്നറിയാം. ഒന്നല്ല എനിക്ക് പ്രശ്നം. എനിക്ക് നിങ്ങളോടൊന്ന് മനസ്സോർക്കാനുണ്ട്. കൊറേ നേരമായാലും തുറക്കാണ്ട് നിങ്ങൾ തുറന്നൂട്. റസിയൊക്കെ ഇപ്പൊ എത്ര വയസ്സായിക്കണ് നിങ്ങൾക്ക് അറിയോ? ഓളെ പെറ്റതീയല്ലേ, എനിക്കറിയില്ലോളെ പ്രായം. എന്റെ മൂസക്കായ ഓക്ക് കല്യാണ പ്രായം ആയിക്കണേ. റസിയൊക്കെ കല്യാണ പ്രായം ആയിരുന്നു. എന്തൊക്കെ പറയണ പത്തു? ഇങ്ങോട്ടോക്ക് സൈസ വിഭാഗമായി പോട്ടോ. നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് കെട്ടിയേ? 16. നമ്മളന്ന് പൈതലായിരുന്നു, പൈതല്. പോക്കും പ്രായം അയക്കണല്ലേ? അയക്കണേ. ഓക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കരുതി വെച്ചിക്കണോ? ഈ വാടാപ്പുറേ നോളം കെട്ടിച്ചു വിടുന്നത്? നല്ലൊരു ഹർത്താൽ ദിവസമായിട്ട് ഈ മനസ്സ് ചടപ്പിക്കല്ലേ. നമ്മള് കാര്യല്ലേ പറയണത്? അല്ല പത്തു, റഷ്യക്ക് എന്തെങ്കിലും പ്രേമറ്റുണ്ടെന്ന് കൂടെ എന്നോട് പറഞ്ഞിക്കണോ? അല്ല ഉണ്ടെങ്കിലേ പല പുളിങ്കൊമ്പിലൊക്കെ പിടിച്ചെങ്കിൽ അങ്ങ് നടന്നു പോയിക്കോട്ടെ. ഞാൻ നമ്മുടെ റസാത്തിന്റെ മോളും ഉണ്ടല്ലോ ഒരു ചങ്ങാരി കൂടെ പോയത്, ഓൻ 5 ദിവസം ചെലവുണ്ടായില്ല. ഓൾ ഇന്റെ മോളാണ്, ഓൾ അങ്ങനെ ഒന്നും പോവില്ല. എന്നിട്ട് ചിന്റെ കൂടെ പോന്നതോ? അന്ന് എന്തൊക്കെ അങ്ങോട്ട് സംഭവിച്ചു പോയി, അത്ര തന്നെ. ഞാൻ പറഞ്ഞേ മത്തം കുട്ടിയെ കുമ്പളം മുളയ്ക്കൂല. തൽക്കാലം നമ്മൾ ഈ ഓൾ +2 പഠിക്കണുള്ളൂ. സമയം എത്ര ഉണ്ട്? പേപ്പർ കിടക്ക്, പേപ്പർ വായിക്കട്ടെ. പേപ്പർ അല്ലേ കിടക്കണേ? ഇനി നിങ്ങളെ കൈ കൊണ്ടു തരണോ? നമ്മള് ഇതാ ഉറക്കെ വായിക്കി, നമ്മളെ വായനയും കൂടി ഇല്ലാണ്ട് കയ്യേട്ടെ. അല്ലാണ്ട് ഈ ഒറ്റക്ക് പത്രം വായിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി റിയാലിറ്റി ഷോ തുടങ്ങണ. ഏത് ചാനലില്? ഫ്ലവേഴ്സ് ചാനലില്. ആ പുതിയ ചാനലിലോ? ആടി ഏതു നേരം ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഒരാളില്ലേ, ഈ റബ്ബർ പാല് കുടിച്ച മാതിരി, ശ്രീകണ്ഠൻ നായരെ ചാനലിൽ. ചാനലിലോ? എന്നാ നമുക്ക് എന്തായാലും പങ്കെടുക്കണോ? എന്താ സമ്മാനം നോക്കി? 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റ്. 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റോ? ഫ്ലാറ്റ് കിട്ടിയ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ല മുസക്കായെ. എനിക്കെന്തോ അറിയില്ല പത്തു, എനിക്ക് ഫ്ലാറ്റിനോട് വലിയൊരു താല്പര്യമില്ല. ഈ ഫ്ലാറ്റിലാകുമ്പോ കുൽക്കുഞ്ഞ് തുപ്പാനൊരു സ്ഥലം മുറ്റല്ലല്ലോ. നമ്മളെന്തിനാ കൊൽക്കുഞ്ഞ് തുപ്പാനൊക്കെ നിക്കണത്? നമ്മക്ക് ഈ ഫ്ലാറ്റ് മറച്ചു വിറ്റൂടെ? മറച്ചു വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ട് നമുക്ക് റസിയന്റെ കല്യാണം നടത്താം, ചെറിയൊരു പൊര വാങ്ങാം, ബാക്കിയുള്ള പൈസ നമുക്ക് ബാങ്കിലൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? നമുക്ക് എന്താണെങ്കിലും ഈ റിയാലിറ്റി ഷോയില് പങ്കെടുക്കണം. നിങ്ങൾ ബാക്കിയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കി. ഇതിൽ പങ്കെടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ
സംഗീത ബോധമുള്ളവരായിരിക്കണം. ആ ബോധം നമുക്ക് ഉണ്ട് പത്ത്. പിന്നെ അല്ലാണ്ട് നിങ്ങളല്ലേ നേരത്തെ പാട്ട് പാടിയത്? പാട്ട് പാടാൻ അറിയണേനാണ് സംഗീത ബോധം എന്നൊക്കെ ഓല് പറയണത്. ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന സംഗതികളൊക്കെ ഇട്ടാട്ട് പാടിയാൽ താളൊന്നും നോക്കണ്ട. നമ്മൾ പാടുമോ? ഒന്നൊന്നല്ല, എത്ര പാട്ട് വേണമെങ്കിലും നമ്മൾ പാടും. എന്നാലിപ്പോ ഓലാട് ചെല്ലുമ്പോ നമ്മളോട് ഒരു പാട്ട് പാടണമെന്ന് പറയാ. നിങ്ങൾ ഏത് പാട്ട് പാടും? നമ്മള് അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഓ, ഈ മീൻ പാട്ടല്ലാണ്ട് വേറെ ഒരു പാട്ട് പാടി. അത് മീൻ പാട്ട് പാടാൻ പാടില്ല. അയിലേം കരിമീനും ഒന്നും വേണ്ട. നിങ്ങളൊരു മീൻകാരനാണുള്ള കാര്യം ഓൾക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ട് നമ്മൾ വേറെ പാട്ട് പാടണോ? വേറെ ആണെങ്കില് പുത്തമ്പലക്കാരേ പുത്തമ്പലക്കാരേ ഒരക്കാട്ട് കടപ്പുറത്ത് ചാകര ചാകര ചാകര. മതി മതി നിങ്ങളെ ചാകര പാട്ടി. ഇത് മീനുണ്ട്. അതിന് മീനുണ്ടല്ലേ? ചാകരയില് പിന്നെ മീനല്ലേ? ഇനി നിങ്ങളോട് പറയാനോ ഒരു സങ്കടപ്പാട്ട് പാടാൻ. നിങ്ങൾ ഏതാ പാടുക? സങ്കടമാണോ? ആ, നല്ല സങ്കടത്തിൽ ഒരു പാട്ട് പാടി. അണ്ടിട്ട് അറബി കടലേ അറബി കടലേ ചോദിച്ചോ അറബി കടലിൽ രാജകുമാരി സ്വകമായി ഇത്ര സങ്കടം നിന്റെ പാട്ടിട്ടിട്ട് ഇതിലേടെയാണ് പാത്തു മീന്. അറബിക്കടലിൽ നല്ല കളിപ്പിച്ചിട്ടുണ്ടോ വെക്കണ മീന് മുഴുവൻ. ഇനി നല്ല ഫാസ്റ്റ് നമ്പർ പാടാൻ നിങ്ങൾ ഏതാ പാടിയാ? അത് അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തെരകളല്ല, ചെമ്മാനം വായണ തൊറയരയൻ, അങ്ങേകരയില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണ്. തൊറയും കടലും ചാകരയും മീനും മറ്റും അല്ലാണ്ട് നിങ്ങളെ പാട്ടിലെ വേറെ ഇല്ല. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ പാടാൻ കേട്ടോ മൂസക്കായി, നമ്മൾ പഠിച്ചോളുന്നുണ്ട്. അപ്പൊ ഏതാ പാടുക? ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പാട്ടാട്ട് പാടും. ഏത്? അയില മത്തി മീനുണ്ട്, മീന് പൊരിക്കാൻ എണ്ണല്ല, മൂസക്കായിന്റെ പൈസ ഇല്ല, പള്ളി പൈസ ഇട്ട് നിന്നൂടാ. അയില എന്നെ വലിയ കുറ്റം പറഞ്ഞിട്ട് ഇതിനകത്ത് മീനില്ല. ഈ പാടിയ മീനില്ലായിരിക്കും. എന്താണ്? ചന്നൻ ചരിയ ചന്നൻ മൺകൂ, ആല ചരിയ ആല മൺകൂ, മീൻകാരനെ ചരിയ മീൻ മൺകൂ. അല്ല, ഇനിയിപ്പൊ അന്നോട് ഇപ്പോൾ സങ്കടപ്പാട്ട് പാടാൻ പറഞ്ഞു ഏതാ പാടുക? അജയ കരച്ചില്ല നീ ഒളിച്ചിരിക്കണതെന്തോണി അല്ല പാട്ടോ, എന്നോട് കരയാനല്ല പറഞ്ഞ പാട്ടാടാനാണ്. പിന്നെ അങ്ങനെ ഉണ്ടാവില്ലേ? അതിനെടോ പോയി ഒളിച്ചു നിക്കുക. അപ്പോളോട് ഒളിച്ചു നിക്കണ എന്താണ് നല്ല ചോദിക്കണേ? മതി മതി മതി, അത് മതി. ധാരാളാണ്. എനിക്ക് എന്താ തോന്നിയെന്നറിയ ഈ പാട്ട്? ചില ആടുകൾ ഈ മതിലിന്റെ മേലൊക്കെ താഴോട്ട് കയറിന്റെ മേലെ തൂങ്ങിപ്പോയിട്ട് ശ്വാസം കിട്ടാണിങ്ങനെ എന്നൊക്കെ പറഞ്ഞ മതി എനിക്ക് തോന്നി. അടുത്ത ഞാൻ വായിക്കാം. അടുത്തത് ഇതെന്താ പത്ത് എഴുതിയത്? ഡുവറ്റ് പാടണം നീ. ആന്നും വേണ്ടിട്ട് പാത്തു. ഓനൊക്കെ ടി വിയിൽ പാടുന്ന ഓനൊക്കെ വലിയ കായ് കൊടുക്കേണ്ടി വരും. പാടുന്ന പാട്ട് മാത്രം പാടിയാൽ മതി. മൂസക്കായി ഡുവറ്റ് പാടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുഗ്മഗാനം. എന്ത് കാര്യം? അതായത് ഒരാണും പെണ്ണും നിന്നിട്ട് പാടുന്ന പാട്ടി. അതാണ്. ആ അതിപ്പോ നമ്മള് പാട്ട് പാടി ഒരു പാട്ട് പാടി നമ്മളെ കുറിച്ചുള്ള പാട്ട് പാടി. ഏത്? വെളുത്ത പെണ്ണ്. അഞ്ച് വെളുത്തിട്ടാ പിന്നല്ലാണ്ട് വെളുത്ത പെണ്ണുങ്ങളെ പറ്റി ഞാൻ എന്ത് പാടും? നിങ്ങൾ പാടുന്നുണ്ടെങ്കിൽ പാടാം. വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ്? എന്റെ മനസ്സിലെന്താണ്? വെളുപ്പോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, നമ്മളെ മനസ്സിലുണ്ടല്ലോ. കസത്തുകാര കറുത്ത കണ്ണിൽ താമസമാരാണി, കണ്ണിൽ താമസമാരാണി. കളിച്ചു കൊണ്ടൊരു കൺമണിയുള്ളിൽ തപസ്സിരിപ്പുണ്ട്, ഉള്ളിൽ തപസ്സിരിപ്പുണ്ട്.
ഉസാറായിട്ടില്ലേ പത്ത്? അത് നന്നായിക്കിട്. പക്ഷെ നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ്. അടുത്ത വായിക്ക് എന്തേത്താണ്? പാത്തു ഇനി എന്താ ഇതെന്നറിയോ? അഭിനയ നൈപുണ്യം വേണം. അതിന്റെ നൈപുണ്യവും നൈപുണ്യം പറഞ്ഞാല് കൈപുണ്യം പോലെ ഒരു സാധനം. അതായത് കഴിവ്, അഭിനയത്തിലുള്ള കഴിവ്. അഭിനയിക്കാനുള്ള കഴിവാ. ആദ്യം നമ്മൾ ഇറങ്ങാറാവുക. എന്തേത്താ പ്രശ്നം? ഇന്നത്തെ കാലത്ത് ഞാൻ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു രംഗം നമ്മൾ കൊണ്ടാവുന്ന നാട്ട് അഭിനയിച്ചാ മതി. സിനിമയിലോ? അങ്ങനാണെങ്കിൽ തന്നെ നമ്മൾ ഏതെടുക്കും? ചിത്രതായി. മൺചിത്രത്തായോ? മൺചിത്രതായിൽ നിങ്ങൾ കോടീശ്വരനും ഞാനും ഗംഗയും. ഞാൻ കോടീശ്വരനല്ല, ഞാൻ മീൻകാരനല്ലേ? സുരേഷ് ഗോപി. സുരേഷ് ഗോപിയോ? ഇക്കാരാണപ്പോ? നമ്മള് ശോഭനോ? ശോഭനയോ? ജിയോ എന്റെ ശോഭന ഉറങ്ങിപ്പോയി. ശോഭനന്റെ പള്ളിക്ക് മുച്ചാലി നമ്മൾ സുരേഷ് ഗോപി ആക്കിയില്ലേ? നമ്മളെ ശോഭനയാക്കണോ? ഒരു പാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ? ഓ സമ്മതിച്ചു. അപ്പൊ നമ്മള് സുരേഷ് ഗോപി ഈ ശോഭന. നീ കഥ പറ. നമ്മളെ പേര് ഗംഗാന്ന് കേട്ടോ. നമ്മള് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവുകയായിരിക്കും. അന്ന് പെങ്ങൾ വന്നിട്ട് ചോദിക്കണോ, ഗംഗ ഈ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കണം. അന്നപ്പോ നമ്മൾ ഇങ്ങനെ സ്ഥലത്തേക്ക് പോകാന്നറിയാം. അപ്പൊ നിങ്ങൾ അറിയാൻ പോകണ്ടെന്നറിയണം. നമ്മൾ എത്ര നിങ്ങളോട് സമ്മതം ചോദിക്കണോ അന്നപ്പോ ഒക്കെ നിങ്ങൾ പോണ്ടാന്ന് നിങ്ങൾ സമ്മതിക്കരുത്. ചോദിച്ചു എങ്ങോട്ടാ പോണേ? അല്ല പത്ത് എങ്ങോട്ടാ പോണേ? ഗംഗ എടുക്കാൻ പോണല്ല. ഗംഗെ നീ ഇപ്പൊ എവിടെ പോണു? അങ്ങനെയാണ് ഗംഗേ. Les ETF, qu'est-ce que c'est? Les Exchange Traded Funds. Derrière ce nom un peu technique se cachent des outils financiers innovants et simples. L'objectif des ETF, c'est de répliquer, à la hausse comme à la baisse, la performance d'un indice de marché. അങ്ങനെയാണ് ഗംഗേ. ഇപ്പൊ എവിടെയാ പോകുന്നത്? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോകുന്നീ? ആയിരേക്ക് പോണ്ട. എന്താ നമ്മൾ പോയാലേ? പോണ്ടാന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പോയാലേ? അന്നോടൊന്ന് പോണ്ടെന്ന് പറഞ്ഞേ. വിടമാട്ടേ. അപ്പൊ നീ എന്നെ ഇങ്ങ നിന്നും എങ്കിലും പോക വിടമാട്ടേ? അയോഗ്യനായി ഇന്നേക്ക് ദുർഗാഷ്ടമി. അന്നെ കൊന്നീ എന്റെ രക്തത്തെ കുടിച്ച് ഓക്കാറ് നടിനമാടുവേ. കസാലക്കെടുത്ത് പൊട്ടിച്ചേ. സിനിമയിലോള് കട്ടിലെടുത്ത് പൊക്കണേ. നമ്മൾ അന്നപ്പോ ഒരു കസാരെങ്കിലും എടുത്ത് പൊക്കണ്ടേ? ഇതില് നമുക്ക് നല്ല മാർക്ക് കിട്ടോ. അതെന്റെ സുരേഷ് ഗോപി എങ്ങനെ? സത്യം പറയാൻ മൂസക്കായി ഭയങ്കര മോശം. നിങ്ങൾ ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ അഭിനയവും കുഴപ്പമില്ല. അടുത്ത എന്തേതാണെന്ന് ബാക്കി? അടുത്തത് ഡാൻസ് അറിയണം പോലെ. എങ്ങനെ എടുങ്ങേറി നമ്മൾ പഠിപ്പിച്ചു തരാം. ഒരു കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല പത്ത്. പറ്റും മൂസക്കായി. ഈ അയിലെ മത്തിയൊക്കെ പഠിക്കണ മാതിരിയായിട്ട് പഠിച്ചാ മതി. അതാണ് ഇപ്പത്തെ ഡാൻസ്. അല്ല അതിന്റെ പാട്ട് രണ്ട് ടൈപ്പിലുള്ള ഡാൻസുകൾ ചോദിക്കും, പഴയതും പുതിയതും. നമുക്ക് ആദ്യം പഴയത് കളിക്കാം. ആ മൊബൈൽ ഇങ്ങോട്ടേരി പാട്ട് കേട്ടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലായി. ഇത് നിങ്ങൾ ഉസാറായി ചെയ്തിട്ട് നിങ്ങളൊരു പഴയ മനുഷ്യനാണല്ലോ. ഇനി ഫാസ്റ്റ് നമ്പർ. നമ്മൾ പറഞ്ഞില്ലേ മീൻ പഠിക്കണ മാതിരി ഇങ്ങനെ പഠിക്കുക. അങ്ങനെ കുലിക്കൂടി ഇവിടെ കുലിക്കി. നമ്മളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാ കൂടില്ല മോളെ. ഒരു ഫ്ലാറ്റിന് വേണ്ടിട്ടല്ലേ മുസക്കായേ? നമുക്ക് അങ്ങോട്ട് കഷ്ടപ്പെടാം. കുറച്ചായിട്ട് കുളിക്കാ പോലെ. ഹലോ ഇനി അടുത്ത നിബന്ധന വായിച്ചോടി. അടുത്തത് പാത്തുവോ? ഹലോ എന്തേതാണേ? അവസാനം ഒരു എഴുതി എന്താണെന്നറിയോ? എന്തേതാ?
35 വയസ്സിന് താഴെയുള്ള ദമ്പതിമാർക്ക് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. പത്തു എനിക്ക് എത്ര വയസ്സായിപ്പോ? നമുക്ക് 33. എനിക്ക് 44 പത്തു. ഓ ഗർഭോത്തൊരു വയസ്സൊരു കെട്ടിക്കൊണ്ട് നമുക്കിപ്പോ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട് ഏതെങ്കിലും ചെറുപ്പക്കാരുടെ കൂടെ പോയാൽ മതിയായിരുന്നു. ഫ്ലൈറ്റ് കിട്ടിയിരുന്നു. എന്താക്കും പത്തു? ഇങ്ങനെ 44 വയസ്സ് പിടിച്ചിട്ട് ആര് കുത്തിയതല്ലേ ആർക്കാണല്ലേ? ഫ്ലാറ്റ് കിട്ടണ്, അത് മറിച്ച് വെക്കണ്, റസിയാന്റെ കല്യാണം നടത്തണ്, വേറെ ചെറിയ വീട് എടുക്കണ്, ബാക്കിയുള്ളത് ബാങ്ക് കൊണ്ടിടുന്നു. ഇത് താഴെന്ന് മുകളിലേക്ക് വായിച്ചാൽ മതി. എന്നാ ഈ അടുക്കളൊന്നും ഇല്ലേ? എല്ലാം കൂടി കുലുക്കിത്താക്കി ആയിപ്പോ.